ഇന്നൊരു ഗംഭീര സൺഡേ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. ഇത് ഞങ്ങൾ ഗാലക്സിയിൽ എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന സമയത്ത് ഞാൻ ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ ഗാലക്സി എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡ്. സോ അവിടെയുള്ള ഞങ്ങളുടെ പഴയ ആ ഒരു ഫ്രണ്ട്സ് ഇപ്പോഴും നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് വരികയാണ്. സോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ട്രിപ്പുകൾ പോകും. ഇത് ഞങ്ങൾ 2016 എൻ്റെ വിശ്വാസം. 2016 ഞങ്ങൾ ഇതേ സ്ഥലത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മൂന്നാർ കഴിഞ്ഞ് ഒരു 38 കിലോമീറ്ററോളം പോകണം ഈ കാന്തല്ലൂർക്ക്. കാന്തല്ലൂരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. അവിടെയാണ് ഈ ഒരു ട്രീ ഹൗസ്. ഇതൊരു കോൺക്രീറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ട്രീ ഹൗസാണ്. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടിച്ചേരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യം കണ്ടത് മണികണ്ഠൻ ചേട്ടനെയാണ്. അങ്ങനെ ഞാൻ ആദ്യം എല്ലാവരും പരിചയപ്പെടുത്താം. അതിന് മുമ്പ് ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി ഒന്ന് കാണിക്കാം. ഇപ്പോൾ നമ്മളൊരു ബെഡ്റൂമിൽ, 2 ബെഡ്റൂമാണ്, അതിലൊരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ വന്നത്. കണ്ടില്ലേ, ഇവിടെ നിന്നുമുള്ളൊരു വ്യൂ ആണ് ഗൈസ്. ഇത് ഫാമിലീനെ ഞാൻ അധികം പറയുന്നില്ല, ഫാമിലിയേക്കാൾ കൂടുതൽ ഇതുപോലെ നമുക്കൊരു ഫ്രണ്ട്സായിട്ട് വന്ന് അടിച്ച് പൊളിക്കാൻ, ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഫുൾ ഗ്ലാസ് ഇട്ടിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് മറ്റേ കമ്പിയുടെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പഴയ സെക്രട്ടറി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നല്ലത്. ഹലോ ഗായ്സ്, യേശുക്രിസ്തുവിനെ പോലെ എന്തൊക്കെയുണ്ട്? കൊച്ചുറങ്ങാണോ? അയ്യോടാ, അത് അയ്യോടാന്ന് പറയണ്ട, അതൊന്നും എണീക്കട്ടെ. ആണോ? പിന്നെ ചെവിയിൽ ചെമ്പരത്തി വെച്ചിറങ്ങണോ? അങ്ങനെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ സ്വന്തം നിജു. ഇതാണ് മണികണ്ഠൻ ചേട്ടൻ. മണികണ്ഠൻ ചേട്ടൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ പോയത് ഞങ്ങളുടെ പ്രസിഡൻ്റാണ്, പെട്ടെന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ ഇതാണ് നമ്മളുടെ കിച്ചൺ ഒരു സെൻറ്റർ പോയിന്റിലാണ് വരുന്നത്. 4 സൈഡും ഓൾമോസ്റ്റ് അല്ല 3 സൈഡും നല്ല വ്യൂ ആണ്. അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഷെഫ് ഡിബിൻ ചേട്ടൻ ഒരു ഗംഭീര ഫോട്ടോഗ്രാഫറാണ്. അത് വേറെ കാര്യം, ഫോട്ടോഗ്രാഫർ എന്ന് പറയാൻ പറ്റില്ല, വീഡിയോഗ്രാഫറാണ്. സോ അദ്ദേഹം ഈ കട്ട് ചെയ്ത് കൂട്ടുന്നത് ബീഫാണ്. ബീഫ് കറിയാണ് ഇന്ന് വയ്ക്കുന്നത്. ബീഫും കൂർക്കയുമാണ് ഇന്നത്തെ പ്ലാൻ. അതിന് കൂർക്കയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ക്ലീനിങ് അവിടെ നടക്കുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇവിടെ കണ്ടില്ലേ വെള്ളം കാര്യങ്ങൾ, നമ്മൾ അരിയിട്ടു. ഇപ്പം അതിൻ്റെ ഇടയിൽ നമ്മളുടെ സ്വന്തം ടിഞ്ചുവാണ് ചായ കോഫിയുടെ ആൾക്കാരല്ല ആൾ. പുള്ളി ഗംഭീരമായിട്ട് ചായ ഇടും, കോഫി ഇടും. കുറച്ച് പഞ്ചസാര കൂടിപ്പോയി എന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ മണികണ്ഠൻ ചേട്ടൻ ഒരു പക്കാ വെജിറ്റേറിയൻ ആണ് കേട്ടോ. ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ കൂടെ കൂടുന്നതുകൊണ്ട് പാവം ഇതൊന്നും മിണ്ടാണ്ട്, കാരണം ഇവിടെ ബീഫ് ഉണ്ടാക്കുന്നു, ചിക്കൻ ഉണ്ടാക്കുന്നു, പക്ഷേ ഒന്നും കുഴപ്പമൊന്നുമില്ല. പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ. ഇതാ കണ്ടില്ലേ കൂർക്ക ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യം. അത് നമ്മളുടെ സ്വന്തം കണ്ണൻ എന്ന് പറയുന്നത് ബോഷിലെ പ്രധാനപ്പെട്ട മുതലാളി കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ണനാണ്. അതേപോലെ തന്നെ സുരേഷ് ചേട്ടനെയാണ് നമ്മൾ കണ്ടത്, ആ തൊപ്പി വെച്ചിട്ടുള്ളത്. ഇത് നിജു. സുരേഷ് ചേട്ടൻ അടിപൊളിയാണ് കേട്ടോ. സുരേഷ് ചേട്ടൻ കാഞ്ഞൂരാണ്, റിട്ടയർഡ് ലൈഫ് അടിച്ചു പൊളിക്കുന്ന ഒരാളാണ്. കണ്ടല്ലേ, എന്തിനും ഏതിനും നമ്മളോടൊപ്പം കൂടുന്ന ഒരാളാണ് സുരേഷ് ചേട്ടൻ അടിപൊളി. സുരേഷ് ചേട്ടനിലേക്ക് ട്രിപ്പ് ഞങ്ങൾ പോവില്ല. അങ്ങനെ ഞങ്ങളുടെ ചായ ഉണ്ടാക്കലും കോഫി ഉണ്ടാക്കലും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഞാൻ വീഡിയോ എടുത്ത് നൈസായിട്ട് മുങ്ങി നടക്കുന്നു. ഇനി അടുത്ത ഒരു ബെഡ്റൂം ഞാൻ കാണിക്കാം, 2ാമത്തെ ബെഡ്റൂം. ഇതും അതേപോലെ തന്നെ വലിയ സംഭവങ്ങൾ കാര്യങ്ങളില്ല, പക്ഷെ വ്യൂ അടിപൊളിയാണ്. അതിനേക്കാൾ ഉപരി എൻ്റെ ഗൈസ് നല്ല തണുപ്പാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് ഞായറാഴ്ച ആണെങ്കിൽ ഞാൻ ഇന്നലെയാണ് പോയി വന്നത്. ഞാൻ വെള്ളി ശനിയിലത്തെ കാര്യമാണ് പറഞ്ഞത്. രാത്രിയൊക്കെ 9-10 ആണ് ഡിഗ്രി. ഓക്കെ, അപ്പോൾ നല്ല തണുപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ സെറ്റർ കാര്യങ്ങളൊക്കെ എടുക്കണം. അവിടെ നിന്ന് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സ്വന്തം പ്രസിഡന്റ് പ്രസാദേട്ടൻ. അങ്ങനെ ഇതാണ് നമ്മളുടെ റൂമിൽ നിന്നുമുള്ള വ്യൂ. അങ്ങനെ നമ്മൾ ഇനി നേരെ ബെഡ്റൂമിലേക്ക് കയറുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അത് ഓൾറെഡി ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതേ കണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ TV ഉണ്ട്. അതൊന്നും വലിയ കാര്യം, TV ഒക്കെ എവിടെ സമയം നമ്മൾ എക്സ്ട്രാ ബെഡ് കാര്യങ്ങളുണ്ട്. നമ്മൾ 9 പേരുണ്ട്, ശരിക്കും ഒരു 8 പേരാണല്ലോ ഉള്ളൂ. ഒരാളെയും കൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് വിട്ടു. അങ്ങനെ ഞങ്ങളിത് ഈ പോകുന്നതാണ് ഞങ്ങളുടെ സ്വന്തം ഫെറോനെ നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഫെറോ എന്ന് പറയുന്നത് കോതമംഗലത്തെ ഒരു കൊച്ചു മുതലാളിയാണ്. അങ്ങനെ ഫെറോൻ്റെ വൈഫ് ഡോക്ടറാണ്, രാജഗിരിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ കുക്കിംഗ് പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ വെളുപ്പിന് 6 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഞങ്ങൾ എത്തിയത് 5 മണിയായി. കണ്ടില്ലേ, സുരേഷ് ചേട്ടൻ ഒരു ഉത്സാഹ കമ്മിറ്റിയാണ്. പുള്ളി നമ്മൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കളിയാക്കുന്നതും ഒക്കെ സുരേഷ് ചേട്ടൻ തിരിച്ചും ഗംഭീര കളിയാക്കലാണ്. അങ്ങനത്തെ ഞങ്ങളുടെ ഒരു കാർന്നവരാണ് സുരേഷ് ചേട്ടൻ. കാർന്നവരെന്നുള്ള പേരുള്ളൂ, ഏറ്റവും ചെറുപ്പം സുരേഷ് ചേട്ടനാണ്. അങ്ങനെ കണ്ണനും സുരേഷ് ചേട്ടനും ഭീകരമായിട്ട് 10 മിനിറ്റ് കൊണ്ട് കൂർക്ക ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുമെന്നുള്ള ഒരു ശബ്ദത്തിലാണ്. അപ്പോൾ വേറൊന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങളുടെ കുക്കിംഗ് നടക്കുന്നു.
ഇത് ബാച്ചിലേഴ്സായിട്ട് ഫാമിലി നമ്മൾ ഫ്രണ്ട്സായിട്ട് വരാൻ ഫാമിലിക്ക് അടിപൊളിയാണ് കേട്ടോ. കുറേ അവിടെ ടെൻ്റൊക്കെ കെട്ടാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആനയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവരത് അലോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ഇരുന്ന് ചായ കുടിക്കാനും ഒക്കെ രസകരമാണ്. എന്തും നിങ്ങൾക്ക് ചെയ്യാം. അത്രയും നല്ലൊരു ഫ്രീഡം. അതിൻ്റെ അടുത്തൊന്നും വേറെ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഇല്ല. കണ്ടില്ലേ അരി തിളച്ച് വരുന്നത് കണ്ടോ? ഇതിലാണ് മക്കളെ നമ്മുടെ ബീഫ് വെന്തിരിക്കുന്നത്. ഇനി അപ്പോഴേക്കും നമ്മൾ രാത്രിയായി. ഇനി പാവം ചെറിയ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സ്വന്തം സുരേഷ് ചേട്ടൻ. ഇത് കണ്ടില്ലേ അതിൻ്റെ ഉണ്ടാക്കൽ പരിപാടികൾ. ഡിബിൻ ചേട്ടൻ കഴിഞ്ഞ തവണ ബീഫല്ല ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ പാളിപ്പോയി. പക്ഷേ ഇത്തവണ എൻ്റെ ഗൈസ് കൂർക്കയും ബീഫും താരമായിരുന്നു. ഇത് എനിക്ക് വേണ്ടി എൻ്റെ സ്വന്തം കണ്ണൻ സവാളയും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു മറ്റേ സലാഡ് തൈര് കൊണ്ടുള്ള സലാഡ് ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്ലീസ് ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണൻ എനിക്ക് വേണ്ടി മാത്രം ഇതിനിടയിൽ ഉണ്ടാക്കി തന്നതാണ്. നന്ദി, നമസ്കാരം. അതിനിടയിൽ ഞങ്ങൾ താഴെ കണ്ടില്ലേ മണികണ്ഠൻ ചേട്ടൻ ഇരിക്കുന്നത്. മണികണ്ഠൻ ചേട്ടൻ അടിപൊളിയാണ് കേട്ടോ. മണികണ്ഠൻ ചേട്ടനാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞങ്ങൾ ഗാലക്സിയിലേക്ക് ഞാൻ വരാനുള്ളൊരു കാരണം മണികണ്ഠൻ ചേട്ടനാണ്. മണികണ്ഠൻ ചേട്ടൻ ഞാനും ഇൻ്റെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം ഇനി ഗ്രില്ലുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ടിഞ്ചും ഫെറോയുമാണ് അതിൻ്റെ മെയിൻ ആൾക്കാർ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിജു വന്നു. പിന്നെ നിജു അങ്ങ് ഏറ്റെടുത്തു. ഒരു വല്ലാത്ത മൂഡാണ്, വേറെ ലെവലാണ്. ഒച്ചപ്പാടില്ല, ബഹളമില്ല എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്നും അകത്ത് അതിന് പകരം ഞങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ ഇങ്ങനെ ഗ്രില്ലിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 13 ഡിഗ്രിയാണ്. ഞാൻ കണ്ടില്ലേ ഇത് കാണിച്ചു തന്നിരിക്കുന്നു 13 ഡിഗ്രി. അപ്പം തന്നെ നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങളെ ക്യാമ്പ് ഫയർ കുറച്ചൊക്കെ ഞങ്ങൾ ഇറക്കി കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം മൊബൈലുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടു എന്നുള്ളൂ. പ്രസാദേട്ടൻ ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുക. സുരേഷ് ചേട്ടനും ഇതിൻ്റെ ഇടയിൽ മൊബൈൽ കാണുന്നുണ്ട്. അങ്ങനെ കാരണം എല്ലാവരും കാണുന്നു, അപ്പം ഞങ്ങളും കാണുന്നു എന്നുള്ളൊരവസ്ഥയിലാണ്. ഇനി നമ്മളുടെ ഓൾറെഡി ബീഫ് ചിക്കൻ ചോറൊക്കെ സെറ്റാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് 2015 ഞാൻ അവിടെ താമസം തുടങ്ങുന്നത്. 15 അതെ കറക്റ്റ്. ഈ 2015 മുതൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിലൂടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും അതിന് എന്താ പറയണേ, ഇപ്പോൾ സുരേഷ് ചേട്ടനാണെങ്കിലും പ്രസാദേട്ടനാണെങ്കിലും, കാരണം ഇവരൊക്കെ ഞങ്ങളെക്കാൾ കുറച്ചും കൂടി സീനിയേഴ്സാണ്. എന്നാൽ പോലും ഞങ്ങളോടൊപ്പം ഞങ്ങളിൽ ഒരാളായിട്ടാണ് അവർ മാറുന്നത്. അവർ കാരണമാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് പോണത്. ബാക്കി ഞങ്ങളെല്ലാവരും അതിനോടൊപ്പം ചേരുന്നു എന്നേ ഉള്ളൂ. മാന്യമായിട്ട് പെരുമാറിയാൽ ഉപകാരമായിരിക്കും. വെള്ളം അടിച്ചാൽ ഞങ്ങൾക്ക് സ്വല്പം മാന്യത കുറവാ. പ്ലീസ് എക്സ്ക്യൂസ് മീ. അങ്ങനെ പഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി പഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി. അങ്ങനെ അന്നത്തെ രാത്രി അടിച്ച് പൊളിച്ച് ഞങ്ങളുടെ തീർന്നു. ഇത് രാവിലെ സുപ്രഭാതം. ഈ ലോകത്ത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടുള്ളൊരു യാത്രയാണ് നിങ്ങൾ കണ്ടത്. നല്ല രസമായിരുന്നു. കുറേ നല്ല ഓർമ്മകളുമായിട്ട് ഇനി അടുത്ത ഞങ്ങളുടെ ഒരു ട്രിപ്പിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു.